വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ലിസണിങ്ങിൻ്റെ കുറച്ച് സിനോണിംസ് ഞാനൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് തരികയുണ്ടായി. അന്ന് ഞാൻ പറഞ്ഞു കുറച്ച് കൊളക്കേഷൻസ്, ലിസണിങ്ങിലെ കൊളക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുകൂടി ഞാൻ പറയാമെന്ന്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ചില വാക്കുകൾ കണ്ടാൽ അതിന് മുൻപെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഇന്ന വേർഡ് ആയിരിക്കും എന്ന് നമുക്ക് സസ്പെക്റ്റ് ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ സസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ഈ വേർഡ് എന്താണെന്ന് നമുക്കറിയണം. ചിലപ്പോൾ പ്രൊനൗൺസിയേഷൻ മനസ്സിലാവാത്തത് കൊണ്ട് ആ വേർഡ് അറിയാമെങ്കിൽ കൂടി നമുക്ക് എഴുതാൻ സാധിക്കാതെ വരാറുണ്ട്. അങ്ങനെയും കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു പരിഹാരം ലിസണിങ് കേട്ട് നമ്മൾ സ്ലോ മോഷനിൽ അതിൻ്റെ സ്പീഡ് കുറച്ച് കേട്ട് ആ വാക്കുമായി ഫെമിലിയർ ആകുക എന്നത് തന്നെയാണ്. ഓക്കെ, ഒന്ന് സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് യൂട്യൂബിൽ കേട്ട് പ്രാക്ടീസ് ചെയ്യുക. രണ്ട്, നമുക്ക് ചെയ്യാവുന്ന വേറൊരു മെത്തേഡാണ് ഇങ്ങനെയുള്ള കൊളക്കേഷൻസ് കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ വേർഡ് കാണുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ വേർഡ് എഴുതുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെ സഹായിക്കാനുള്ള രണ്ടാമത്തെ ടിപ്പാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ടിപ്പ്, നിങ്ങൾ തനിയെ യൂട്യൂബിൽ പോസ് ചെയ്ത് അല്ലെങ്കിൽ സ്ലോയിൽ സ്പീഡ് കുറച്ച് കൂട്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ഈ പറയുന്നത് കാണാതെ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ വാക്കുകൾ? കുറച്ചായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടായി മാറും. ഓക്കെ, അപ്പം അതിൽ നമുക്ക് ആദ്യം മനസ്സിലാകേണ്ടത് ഒരു അഡ്ജക്റ്റീവും നൗണും കൂടെ വന്നാൽ, അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ആണെങ്കിൽ എങ്ങനെയാണ്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. അഡ്ജക്റ്റീവ് നൗണിൻ്റെ മുൻപേ ഒരു അഡ്ജക്റ്റീവ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്നതാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഒരു ഹെഡേക്ക് ഡാഷ് ഹെഡേക്ക് എന്നാണ് വരുന്നതെങ്കിൽ അതിന് മുൻപേ ആ ഹെഡേക്കിനെ സ്പെസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അഡ്ജക്റ്റീവ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഏതൊക്കെ തരം അഡ്ജക്റ്റീവ് ആയിരിക്കും എന്ന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. നമുക്ക് ഒരു പക്ഷേ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് awful. awful മീൻസ് AWFUL, awful ഓർ സ്പ്ലിറ്റിംഗ് ഓർ പൗണ്ടിങ്. ഇങ്ങനെ 3 അഡ്ജക്റ്റീവ് നമുക്കവിടെ യൂസ് ചെയ്യാം. ഹെഡേക്കിന് മുൻപേ ഉപയോഗിക്കാവുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഒന്നെങ്കിൽ awful എന്നുള്ള അഡ്ജക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് എന്ന അഡ്ജക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ പൗണ്ടിങ്. കിട്ടുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ സ്ലോലി എഴുതിയെടുക്കുക. ഹെഡേക്ക് എന്നിട്ട് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ എന്ന് എഴുതിയിട്ട് ഹെഡേക്ക് എന്നിട്ട് അതിൻ്റെ നേരെ നിങ്ങൾക്ക് 3 വരയിട്ടിട്ട് അഡ്ജക്റ്റീവ്സ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഹെഡേക്കിന് മുൻപേ ഈ 3 ഇട്ടിട്ട് അതിൻ്റെ നേരെ അഡ്ജക്റ്റീവ് നൗണായ ഹെഡേക്ക് എന്നും ഇടാം. അടുത്തത് നമുക്ക് വെർബും നൗണും കൂടെ വരും. അപ്പോൾ നമുക്കൊരു വെർബ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഏതൊക്കെ തരത്തിലുള്ള നൗണാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നതിൻ്റെ ഒരു സാമ്പിൾ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ മേക്ക് എന്നൊരു വെർബാണെങ്കിൽ അതിന് കൂടെ ചേരാൻ പറ്റുന്ന ഒരു നൗണാണ് ചിലപ്പം മേക്ക് എ മിസ്റ്റേക്ക്. അപ്പോൾ എ മിസ്റ്റേക്ക് എന്നുള്ളതാവാം, അല്ലെങ്കിൽ മേക്ക് നോയ്സ് എന്നാവാം, അതുമല്ലെങ്കിൽ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെയും ആകാം. അപ്പം നമുക്കൊന്ന് ഒരു ക്ലൂ തരുന്നതേ ഉള്ളൂ. ഇത് തന്നെയാണ് എക്സാമിന് വരുന്നതെന്നല്ല. നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജക്റ്റീവ് പ്ലസ് നൗണോ അല്ലെങ്കിൽ വെർബ് പ്ലസ് നൗണോ, അതുമല്ലെങ്കിൽ അഡ്ജക്റ്റീവ് പ്ലസ് പ്രപ്പോസിഷൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതും നിങ്ങളൊന്ന് എഴുതി വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അല്ല, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ടിപ്സുമായിട്ട് ഞാൻ വരുന്നത്. ഓക്കെ,
അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് ആര് ചെയ്താലും ചെയ്തില്ലേലും ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എന്നാൽ കഴിയുന്നത് പോലെ നിങ്ങളെ ഞാൻ സഹായിക്കും. ഓക്കെ, ശരി. അപ്പം നമ്മൾ മേക്കിൻ്റെ വെർബ് പ്ലസ് നൗൺ നോക്കി, എ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നോയിസ് ഓർ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അഡ്ജക്റ്റീവ് പ്ലസ് പ്രപ്പോസിഷൻ. ചില അഡ്ജക്റ്റീവിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രപ്പോസിഷൻ പഠിച്ചു വെക്കുക. ഞാൻ പ്രപ്പോസിഷനെ കുറിച്ച് ഗ്ലിംസ് ഓഫ് ഇംഗ്ലീഷിൽ അടുത്ത ദിവസം തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കും. ഓഫ് എവിടെ, ഫോർ എവിടെ, ഇൻ എവിടെ, ഓൺ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഡൗട്ടുള്ളവരൊക്കെ അത് കാണുക. പ്രപ്പോസിഷൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിക്കുവാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാവും. ഓക്കെ, അപ്പോൾ ഗ്ലിംസ് ഓഫ് ഇംഗ്ലീഷും എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെയാണ്. അപ്പം ഞാൻ ഈ OET പഠിക്കുന്ന കുട്ടികളെ ലിങ്ക് ചെയ്തിട്ടാണ് അത് എടുത്തേക്കുന്നത്. കാരണം ഇതിലേക്ക് എല്ലാ ഗ്രാമറും കൂടെ ഇട്ടാൽ OET ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഡിലേ വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഗ്രാമറിന് വേണ്ടി, സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടും കൂടി ഞാനത് ആ ചാനൽ തുടങ്ങിയത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെൻസസ് ഫുള്ള് ഒരു സ്റ്റോറി രൂപേണ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും കാണാവുന്നതാണ്. ഓക്കെ, ഇനി അഡ്ജക്റ്റീവിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണ് നോക്കിയാലോ? ശരി, വറി, വറി എബൌട്ട് എന്ന് നമുക്ക് പറയാം. വറി എബൌട്ട്, എബൌട്ട് എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ നമുക്ക് വറിയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. വറി എബൌട്ട്, അത് നമുക്ക് ലിസണിങ്ങിൽ വരണ ഒരു വേർഡാണ്, അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ടിപ്പിക്കൽ ഓഫ്, ചിലപ്പോൾ നിങ്ങൾക്ക് ടിപ്പിക്കൽ ഓൺ എന്നൊക്കെ തരും. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം ടിപ്പിക്കൽ ഓഫ്, ടിപ്പിക്കൽ ഓഫ്. അല്ലെങ്കിൽ അടുത്ത ഒരെണ്ണം സർപ്രൈസ് ഡാറ്റ്, സർപ്രൈസ് ഡാറ്റ് അല്ലെങ്കിൽ സർപ്രൈസ്ഡിൻ്റെ കൂടെ അറ്റ് പറയാം, ബൈ പറയാം, അബൌട്ട് പറയാം. സർപ്രൈസ് ഡാറ്റ്, സർപ്രൈസ്ഡ് ബൈ ഓർ സർപ്രൈസ്ഡ് അബൌട്ട്, ഇങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കുറച്ച് കൊളൊക്കേഷൻസ് കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു വേർഡ്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു കഫ്, കഫ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ചില കാര്യങ്ങളെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ കഫിൻ്റെ രീതി, അതിൻ്റെ ടൈപ്പ് ആകാം, മീൻസ് ഏത് തരത്തിലുള്ളതാ എന്നാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആകാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാമല്ലോ. അപ്പോൾ കഫ് എന്നുള്ളൊരു വേർഡിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ, നമുക്ക് സസ്പെക്റ്റ് ചെയ്യാൻ അല്ലെ ഗസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ്. സ്മോക്കേഴ്സ് കഫ് എന്നാകാം ഇപ്പോൾ അവർ പറയാൻ പോകുന്നത്. ഒരു കഫ് എന്നാണ് ഒരു വാക്ക് അവിടെ കാണുന്നതെങ്കിൽ നമുക്കത് സസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് സ്മോക്കേഴ്സ്. അപ്പോൾ ഒരു കഫ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ നേരെ എഴുതി വെച്ച് പഠിച്ചോളൂ. സ്മോക്കേഴ്സ് കഫ്, ട്രൈ കഫ്, പെർസിസ്റ്റൻറ്റ് കഫ്, ചെസ്റ്റി കഫ്, ഇങ്ങനെയൊക്കെ കഫിനെ കുറിച്ച് അവർക്ക് പറയുക. അപ്പം നമുക്ക് ആ വാക്കുകൾ കൂടി പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് പെയിൻ എന്നാണെങ്കിൽ, ആ പെയിൻ എന്നൊരു വേർഡിനാണെങ്കിൽ അതിന് മുൻപേ എന്തൊക്കെ വേർഡുകൾ വരാം? നാഗിങ് പെയിൻ, കോൺസ്റ്റൻറ്റ് പെയിൻ, ക്രഷിങ് പെയിൻ, മൈൽഡ് പെയിൻ, മോഡറേറ്റ് പെയിൻ ഓർ ഡൾ പെയിൻ, അല്ലേ? അതിനെല്ലാം നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള വാക്കുകളും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ്? കഫിൻ്റെ കൂടെ സ്മോക്കേഴ്സ് കഫ്, ഡ്രൈ കഫ്, പെർസിസ്റ്റൻറ്റ്, ചെസ്റ്റി, പെയിൻ, നാഗിങ്, കോൺസ്റ്റൻറ്റ്, ക്രഷിങ്, മൈൽഡ്, മോഡറേറ്റ് ആൻഡ് ഡൾ. കിട്ടിയോ? ശരി. ഇനി അടുത്ത ഒരു മെഡിക്കേഷൻ, മെഡിക്കേഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും? നമുക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്ത് നോക്കിയാലോ. ടേക്ക് മെഡിക്കേഷൻ, അല്ലേ? സീസ് മെഡിക്കേഷൻ ഓർ ചേഞ്ച് മെഡിക്കേഷൻ ഓർ പ്രിസ്ക്രൈബ് മെഡിക്കേഷൻ ഓർ കമൻസ് മെഡിക്കേഷൻ, അല്ലേ? ഇപ്പോൾ ഒരു മെഡിക്കേഷൻ ആണെന്നുള്ള ഇത്രയും വാക്കുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, ടേക്ക്, സീസ്, ചേഞ്ച്, പ്രിസ്ക്രൈബ് ആൻഡ് കമൻസ് പഠിച്ചോ? ഇത് അതിന് മുൻപേ വരുന്ന ഒരു അഡ്ജക്റ്റീവായിട്ട് പറയാം. നമുക്ക് ഇങ്ങനെയൊന്ന് നമുക്ക് ഗസ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ അങ്ങനെയൊന്ന് ചിലപ്പോൾ ഗസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ടേക്ക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് എന്ന് പറയുന്ന ഒരു വെർബാണ്. അപ്പം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ വരാം, വെർബ് പ്ലസ് നൗൺ വരാം, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് പ്രിപ്പോസിഷൻ വരാം. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു വേർഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഏതായിരുന്നാലും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്കും
ഇങ്ങനെ നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ലിസണിങ്ങിൻ്റെ ഏറ്റവും പുതിയ ടിപ്സാണ് ഇത്. നിങ്ങൾ ആരും ഇതൊന്നും കാണാതിരിക്കരുത്. ഇത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടുകൂടി പഠിക്കുക. ഒത്തിരി കുട്ടികൾ ലിസണിങ്ങിന് മാത്രമായിട്ട് ഫെയിലാകുന്നു. അത് എത്ര നന്നായിട്ട് എഴുതുന്ന കുട്ടികൾക്കും മാർക്ക് പോകുന്നു. അപ്പോൾ ഇതെന്താണ് എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ സാധാരണ പോഡ്കാസ്റ്റും മെഡിക്കൽ ജേർണലും ഒക്കെ കേട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് എക്സാമിന് ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ഇപ്പോൾ അവർ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് എക്സാംസ് നോക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ സെൻസേഷൻ എന്നുള്ളൊരു വേർഡാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ബ്ലോട്ടിംഗ്, ടിംഗ്ലിംഗ്, ബേണിംഗ്, നമ്പിങ്. സെൻസേഷനെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാം? ബ്ലോട്ടിംഗ് സെൻസേഷൻ, ടിംഗ്ലിംഗ് സെൻസേഷൻ, ബേണിംഗ് സെൻസേഷൻ ആൻഡ് നമ്പിങ് സെൻസേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളും നമുക്ക് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതും നിങ്ങളുടെ ലിസണിങ്ങിൻ്റെ സ്കോർ കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കൊളൊക്കേഷൻസിനെ കുറിച്ച്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഡ്സും അതിൻ്റെ കൂടെ വരുന്ന അഡ്ജക്റ്റീവ് ആണോ, പ്രപ്പോസിഷൻ ആണോ, നൗൺ ആണോ, വെർബാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി. എന്താ മനസ്സിലായില്ലെങ്കിലും ഈ പറഞ്ഞ വാക്കുകളൊക്കെ കുറേ കാണാതെ പഠിക്കുക. ഇനിയും ഞാൻ അടുത്ത വീഡിയോയിൽ കുറേ കൂടി കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ ലിസണിങ്ങിനും ആരും വിഷമിക്കേണ്ട. റീഡിങ്ങും ലിസണിങ്ങും ഒരുപോലെ നമുക്ക് പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഒരു പാടുമില്ലാതെ നമുക്ക് പാസ്സാകുന്നതാണ്. ലിസണിങ്ങിന് മാത്രമായിട്ടും റീഡിങ്ങിന് മാത്രമായിട്ടും ഒരുപാട് കുട്ടികൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യണുണ്ട്. കാരണം അത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ലൈവ് ക്ലാസ്സിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ചാറ്റ് ക്ലാസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒട്ടും പാടില്ലാതെ നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് മോഡിലാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു പാടുമില്ലാതെ നിങ്ങൾക്ക് റീഡിങ്ങും ലിസണിങ്ങും പാസ്സാകുവാനും സാധിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഇൻ മൈ വാട്സാപ്പ് നമ്പർ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വേഗം വരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. ബൈ.